ഹായ് ഡിയേഴ്സ്, ഞങ്ങൾ പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തി. ഞങ്ങളുടെ മുഹമ്മയിൽ 2 സൂപ്പർ മാർക്കറ്റ്സാണ് ഉള്ളത്. അതിലാദ്യം തുടങ്ങിയ സൂപ്പർ മാർക്കറ്റായത് ഫാമിലി സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഇവിടെയാണ് വരാറുള്ളത്. ഇവിടെയാകുമ്പോൾ എല്ലാം കൂടി വാങ്ങി ഒരുമിച്ചങ്ങ് പോകാമല്ലോ. ഇപ്പം നമ്മൾ വന്നത് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനല്ല, കുഞ്ഞീഷിന് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് കേട്ടോ തണ്ണിമത്തൻ. കുഞ്ഞീഷ്ണൻ അതിനെ പറയുന്നത് അണ്ണാത്തൻ എന്നാ. നമ്മൾ എന്തെങ്കിലും ഫ്രിഡ്ജ് തുറന്നാൽ അപ്പം തന്നെ അണ്ണാത്തനുണ്ടോ അമ്മേ എന്ന് ചോദിക്കും. തണ്ണിമത്തനാണ് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം. അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും. അപ്പോൾ ഇത് രണ്ടും മുന്നിങ്ങ എന്നാണ് ഉണക്കമുന്തിരിക്ക് പറയുന്നത്. മുന്നിങ്ങയും അണ്ണാത്തനുമാണ് കുഞ്ഞീഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു. അപ്പോൾ നമുക്ക് പരിചയമുള്ള ചേച്ചിയാട്ടോ ഈ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നത്, നമ്മുടെ അടുത്തുള്ള ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചി ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു തരികയും കുഞ്ഞീഷ്ണനെ അതിൻ്റെ തണുപ്പൊക്കെ കുഞ്ഞീഷ്ണൻ്റെ മുഖത്തൊക്കെ കാണിച്ച് കുഞ്ഞീഷ്ണനെ ചിരിപ്പിക്കുകയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ കുഞ്ഞീഷ്ണനെ അമ്മയെ ശരിക്കും ഞാൻ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ടാണ് പോകുന്നത്. കാര്യം രണ്ടാളും ഇറങ്ങിക്കഴിഞ്ഞാൽ വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കും. പക്ഷേ ഞാൻ ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കറങ്ങി വന്നപ്പോൾ 2 പേരും അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചിങ്ങോട്ട് പോരുവാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാമെന്ന കഥകൾ പറയുന്നതിനേക്കാളും എനിക്ക് നിങ്ങളെല്ലാവരോടും ഒരു നന്ദി പറയാനുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് പേര് മാത്രമേ ഈ വീഡിയോ ഒക്കെ കാണൂ എന്ന് വിചാരിച്ച് ഒട്ടും ഒരു 10 വ്യൂസ് പോലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയത്. പക്ഷേ ആയിരക്കണക്കിന് പേരാണ് കേട്ടോ പലപ്പോഴും ഈ വീഡിയോസ് കാണുന്നത്. ഞാൻ നിങ്ങളോടൊക്കെ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് ആ കാര്യത്തിൽ. ഇത് വീട്ടിലെ കുറച്ച് അന്തേവാസികളാട്ടോ, എൻ്റെ അമ്മ വളർത്തുന്നതാണ്. ആദ്യം ഓരോരോ പൂച്ചയ്ക്ക് ഓരോ പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇതിങ്ങനെ പെറ്റുപെരുകി ഒരുപാടാകുന്നത് കൊണ്ട് അങ്ങനെ ഓരോന്നിനും പേരിടാനുള്ള ഒരു അവസരമൊന്നും ഇല്ലിപ്പോൾ. അതുകൊണ്ട് അമ്മ ഇതുങ്ങളെല്ലാവരെയും കൂടി കുഞ്ഞന്മാരെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് കുറച്ച് മീനൊക്കെ കൊടുത്തു. അവരുടെ ഭക്ഷണം അതാണല്ലോ. അവർക്ക് രാവിലെയും രാത്രിയും മാത്രമേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഉച്ചയ്ക്ക് ചോറൊക്കെ കൊടുത്താലും അതുങ്ങൾക്ക് വലിയ ഡിമാൻഡൊന്നുമില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിലെത്തി. പിന്നെ കുഞ്ഞീഷനും അങ്ങ് ഹാപ്പിയായി. ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളൊക്കെ ആശ മറന്ന് പിന്നെ TV കാഴ്ചയും ഉണക്കമുന്തിരി കഴിക്കലും ഒക്കെ ആയി. അപ്പോൾ ഇതൊക്കെയുള്ളൂ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച്.